രാജ്യം ഉറ്റുനോക്കുന്ന വൈകാരിക വിഷയമായ അയോധ്യ കേസിൽ സമവായത്തിന് ഒരു സാധ്യത തെളിയുകയാണ്. ബാബരി മസ്ജിദ് രാമജന്മഭൂമി വിവാദ വിഷയത്തിൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വിജയമുണ്ടാകുന്ന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് വഖഫ് ബോർഡ് അഭിഭാഷകൻ ഷാഹിദ് റിസ്വി പറയുന്നു. വിൻ വിൻ സൊല്യൂഷനാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നും അതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വിജയമുണ്ടാകുമെന്നാണ് ഷാഹിദ് റിസ്വിയുടെ പ്രതികരണം. വിവാദ സ്ഥലം രാമക്ഷേത്രം പണിയാനായി ഉപാധികളോടെ വിട്ടു നൽകാൻ വഖഫ് ബോർഡ് തയ്യാറാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ കേസിലെ മറ്റ് മുസ്ലിം കക്ഷികൾ അറിയാതെയാണ് വഖഫ് ബോർഡിന്റെ ഈ തീരുമാനമെന്ന റിപ്പോർട്ടുകളും ലഭിച്ചിരുന്നു. എല്ലാ വിഭാഗങ്ങൾക്കും സന്തോഷിക്കാൻ പറ്റുന്ന നിർദ്ദേശങ്ങളാണോ സമർപ്പിച്ചിരിക്കുന്നത് എന്ന ചോദ്യത്തിന് അതെ, വിൻ വിൻ സൊല്യൂഷനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് അഭിഭാഷകൻ പറഞ്ഞത്. ഇരു വിഭാഗവും പരാജയപ്പെടില്ല എന്നും അദ്ദേഹം വിശദീകരിച്ചു. സുന്നി വഖഫ് ബോർഡ് വിവാദ ഭൂമിയിലെ അവകാശവാദം ഉന്നയിച്ചുള്ള ഹർജി പിൻവലിക്കാൻ ഉപാധിയോടെ തയ്യാറായി എന്ന് ബുധനാഴ്ച റിപ്പോർട്ടുകളുണ്ടായിരുന്നു. രാജ്യത്തെ മറ്റ് മുസ്ലിം ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പ് നൽകിയാൽ അപ്പീൽ പിൻവലിക്കാമെന്നാണ് വഖഫ് ബോർഡ് മുന്നോട്ട് വച്ചിരിക്കുന്ന ഉപാധിയെന്ന് ദി വയർ റിപ്പോർട്ട് ചെയ്തു. ഒട്ടേറെ പള്ളികളിൽ ഹിന്ദുത്വ കക്ഷികൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇവയെല്ലാം സംരക്ഷിക്കുമെന്ന ഉറപ്പ് നൽകിയാൽ അയോധ്യ കേസിലെ അപ്പീൽ പിൻവലിക്കാമെന്നാണ് ഉപാധി വെച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ വാദം കേട്ട അവസാന ദിവസമായ ബുധനാഴ്ച രാവിലെയാണ് പരിഹാര നിർദ്ദേശങ്ങൾ വഖഫ് ബോർഡ് കോടതിയെ അറിയിച്ചത്. VHPയുടെ നിയന്ത്രണത്തിലുള്ള രാമജന്മഭൂമി ന്യാസ്, സന്യാസി സമൂഹമായ നിർമോഹി അഖാര എന്നീ ഹിന്ദു കക്ഷികളും സുന്നി വഖഫ് ബോർഡ് എന്ന മുസ്ലിം കക്ഷിയുമാണ് തർക്കഭൂമിക്ക് വേണ്ടി വാദം ഉന്നയിക്കുന്നത്. ഹിന്ദു കക്ഷികളിലെ എല്ലാ അംഗങ്ങളും ഒത്തുതീർപ്പ് അംഗീകരിച്ചിട്ടില്ല എന്നും ദി വയർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലാ ആരാധനാലയങ്ങൾക്കും സംരക്ഷണം ഉറപ്പാക്കണം. അയോധ്യ കേസിൽ സംഭവിച്ച പോലുള്ള കയ്യേറ്റം അനുവദിക്കരുത്. അയോധ്യയിൽ നാശത്തിന്റെ വക്കിലുള്ള 22 പള്ളികൾ പുനരുദ്ധീകരിക്കണം. ബാബരി മസ്ജിദ് ഭൂമി വിട്ടുകൊടുക്കുന്നതിന് പകരം മറ്റൊരു പ്രദേശത്ത് പള്ളി നിർമ്മിക്കാൻ അനുമതി ലഭിക്കണം. പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ചരിത്ര പ്രസിദ്ധമായ പള്ളികളിൽ ആരാധനാലയങ്ങൾക്ക് അവസരം ലഭിക്കണം തുടങ്ങിയവയാണ് വഖഫ് ബോർഡ് മുന്നോട്ട് വെച്ച ഒത്തുതീർപ്പ് വ്യവസ്ഥകളെന്നും ദി വയർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അയോധ്യയിലെ ബാബരി മസ്ജിദിന് പുറമെ ഉത്തർപ്രദേശിലെ മധുര, വാരണാസി എന്നിവിടങ്ങളിലെ പള്ളികളിലും ഹിന്ദുത്വ കക്ഷികൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഈ വാദങ്ങൾ ഒഴിവാക്കണമെന്നാണ് ഒത്തുതീർപ്പിലെ വ്യവസ്ഥ. എന്നാൽ കേസിലെ മറ്റ് മുസ്ലിം കക്ഷികൾ അറിയാതെയാണ് വഖഫ് ബോർഡ് നീക്കമെന്ന് ആക്ഷേപം ഉയരുന്നു. വഖഫ് ബോർഡ് ചെയർമാനെതിരെ നിയമ നടപടിയാണ് അദ്ദേഹത്തെ കേസിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിക്കുന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.